കേട്ടിട്ടില്ലേ? ഓൺലൈൻ വരും, വായിക്കാം. രണ്ട് കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം. സക്കരിയ പ്രവചനം 8:10 വായിച്ചാട്ട് പാസ്റ്റർ. ഓൺലൈൻ വരുമോ സക്കരിയ പ്രവചനം? ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല. 24 മാസം ഇവിടെ വീട്ടിൽ ഇരുന്നില്ലേ? കൂലി ഉണ്ടായിരുന്നു. ഇവിടെ ഈ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര, വെള്ളറട, ചെമ്പൂര്, കാട്ടാക്കട എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ ശലോമൻ ഭാസ്കർ എനിക്കറിയാത്ത സ്ഥലമില്ല, എൻ്റെ കൂട്ടുകാരുമില്ല. ഇവിടുത്തെ എല്ലാവരും എന്നെ വിളിച്ച് പല കുഞ്ഞുങ്ങളും പറഞ്ഞു, മെയ്സൺ പ്ലംബർ പാസ്റ്ററെ 5 ദിവസം വേണ്ട, 2 ദിവസം ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാൻ. മനുഷ്യന് കൂലി ഉണ്ടായിരുന്നു. എല്ലാം വീട്ടിനകത്ത് ലോക്ക്ഡൗൺ. അടുത്തത് വായിക്കാം. കൂലിയില്ല, മൃഗങ്ങൾക്ക് കൂലിയില്ല. മാറനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? മൂലക്കോണത്തിനപ്പുറം പോങ്ങമ്മൂട്. കൈ ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ല. അവിടാണ് ക്ഷീര, പശുവിൻ്റെ പാല് കൊണ്ട് കൊടുത്തിട്ട് വേണ്ട. ഹോട്ടൽ അടവ്, കമ്പനി അടവ്, മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ അടവ് വേണ്ട, പാല് വേണ്ട. പാലക്കാട് മാറനല്ലൂർ മൃഗത്തിൻ്റെ കൂലി അഥവാ പാല് റോഡ് കമത്തി ഒഴിക്കുന്ന കാഴ്ച അന്ത്യകാലം. ഈ കാലത്തിന് ഇതാ ബൈബിളിൻ്റെ തനിമ. പിന്നെ അടുത്ത കാര്യം ഓൺലൈൻ വായിച്ചാട്ട്. അടുത്ത കാര്യം, പോക്കുവരത്ത് ചെയ്യുന്നവന് വൈര്യ നിമിത്തം സമാധാനവുമില്ല. വില്ലേജ് ഓഫീസ് തുറന്നായിരുന്നു, ഇലക്ട്രിസിറ്റി തുറന്നായിരുന്നു, വാട്ടർ അതോറിറ്റി തുറന്നായിരുന്നു. ചിന്നമാമ കറണ്ട് ഓഫീസ് വിളിക്കുമ്പോൾ പറയും WWKCB ഓൺലൈൻ. മിണ്ടുന്നില്ലല്ലോ. കര അടയ്ക്കാൻ എന്താ പറയുന്നത്? WW കേരള പഞ്ചായത്ത്. വാട്ടർ അതോറിറ്റിക്കാരൻ പറഞ്ഞ് ചിന്നമാമ ഇങ്ങോട്ട് വരണ്ട, കൊച്ചിനോട് പറഞ്ഞ് ഗൂഗിളിനെ വിളിച്ചടച്ചോളാൻ. WW സ്വത്രം വേൾഡ് വൈഡ് വെബ്സൈറ്റ്. പോക്കുവരത്ത് ചെയ്യുന്നവന് സ്വസ്ഥതയില്ല. കണ്ടില്ലേ? അന്നല്ലേ 3 ചേട്ടന്മാർ നിങ്ങളുടെ മൊബൈലിൽ കയറിയത്? 1 ഗൂഗിൾ പേ, 2 ഫോൺ പേ, 3 ജോമോളെ പേടിഎം ചെയ്യൂ. സ്വത്രം ഓൺലൈൻ. പഠിച്ചില്ലേ? കൊച്ചുങ്ങളെ മൊത്തം കമ്പ്യൂട്ടർ പഠിപ്പിച്ചില്ലേ? കോവിഡ്. സഹോദരി അവിടെ ഇരിക്കുന്ന കുഞ്ഞ് ടച്ച് മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടിപ്പോവരുതെന്ന് പറയും. സ്വത്രം. ഞാൻ സഹിതം സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ഉടനെ കുഞ്ഞ് പറഞ്ഞ് സ്കൂൾ ഓൺലൈൻ. ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം കൊച്ചുങ്ങൾ പഠിച്ചു. സ്വത്രം. കോവിഡിനകത്ത് സ്വത്രം. ഇല്ലാത്ത മൊബൈൽ അമ്മാമ്മ മേടിച്ചു കൊടുത്ത്. അന്നേരം 80 വയസ്സുള്ള അപ്പച്ചൻ പറഞ്ഞു, എടാ എനിക്ക് വീട്ടിലെ സഭായോഗം കാണണം, എന്നെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കണം. പുള്ളി അടിച്ച് WW വീട്ടിലെ സഭായോഗം ഓൺലൈൻ. കണ്ടില്ലേ? പോക്കുവരത്ത് ചെയ്യുന്നവന് സ്വസ്ഥതയില്ല. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പാമ്പുക. കോവിഡ്. ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം കൊടുക്കണം. യവന്മാർ ഈ പ്രസംഗമൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. 5 വയസ്സുള്ള എല്ലാം പഠിച്ചില്ലേ യവന്മാർ? ഫേസ്ബുക്ക്, വാട്സാപ്പ്, അത് കഴിഞ്ഞിട്ട് ഫേസാപ്പ്, ഫോട്ടോഷൂട്ടൊക്കെ അടിക്കുന്നത് ഇപ്പം പിള്ളേർ. പിന്നെ അത്ര ഇതായിട്ട് ദിലീപിൻ്റെ പടമൊക്കെ മിനിറ്റ് കൊണ്ടാണ് കൊണ്ടുവരുന്നത്. സ്വത്രം. എനിക്ക് തന്നെ അറിയാം. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചു. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ആര് വന്നു? കോവിഡ് കാലത്ത് കാരക്കോണം അടച്ചിട്ടിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് വെള്ളറട അടച്ചിട്ടിരുന്നേല് ആഴ്ച വല്ലപ്പോഴും തുറക്കും. ആരാ അവറാച്ചായന് ചപ്പാത്തി കൊണ്ടുവന്നത്? സ്വത്രം. കാരക്കോണത്തെ ലവ്ലി ചേച്ചിക്ക് ഫെയർ ആൻഡ് ലവ്ലി തേക്ക ആര് കൊണ്ടുവന്ന്? മൊബൈലിനോട് പറഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ വന്നില്ലേ? അവരുടെ പേരാ ഫ്ലിപ്കാർട്ട്, ആമസോൺ. ഇവരുടെ ഷോറൂം എവിടെയാണെന്ന് കാണിക്കാമെങ്കിൽ ഇന്ന് 1000 ഫ്രീ. സ്വത്രം. കൈയൊന്ന് കാണിച്ചാട്ടെ. ഫ്ലിപ്കാർട്ട്, ആമസോൺ. ഇവിടെ ആരും മേടിച്ചില്ലേ പക്ഷേ? ഫ്ലിപ്കാർട്ട്, ആമസോൺ. സ്വത്രം. മിണ്ടുന്നില്ലല്ലോ, കൈ ഉയരുന്നില്ലല്ലോ മൊബൈലിനകത്ത്. അവറാച്ചായന് പൊരിച്ച ചപ്പാത്തി, അമ്മാമ്മയ്ക്ക് ഫെയർ ആൻഡ് ലവ്ലി. ലോകം ഒരുവൻ്റെ കയ്യിൽ. കൈ വേണ്ട, മൊബൈലിൽ വെച്ചാൽ മതി. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ആ കാലത്തിന് ശേഷം മനുഷ്യന് കൂലിയില്ല, മൃഗങ്ങൾക്ക് കൂലിയില്ല. പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരിമൂല. സകല ഓഫീസും അടഞ്ഞു കിടക്കും. സിസ്റ്റം കമ്പ്യൂട്ടറിനകത്ത് പോകും. ഇതിന്റെ പേരാ കോവിഡിന്റെ മറവിൽ ന്യൂ വേ വേൾഡ് ഓർഡർ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ, കേൾക്കട്ടെ. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരുന്നു. മതി പാസ്റ്ററെ. ഈ കോവിഡ് വന്നതിന് ശേഷം അല്ലേ അമേരിക്കക്കാരന് ചൈനക്കാരനുമായിട്ട് വിരോധമില്ലയോ? ബ്രിട്ടൻകാരൻ ചൈനക്കാരനെ കൈകാര്യം ചെയ്യാതിരിക്കുമല്ലോ? ഇന്ത്യക്കാരൻ കിട്ടിയ ചൈനയെ ശരിയാക്കാതിരിക്കുമല്ലോ? ലോകം 2 ചേരിയിൽ കൊണ്ടെത്തിച്ചു കോവിഡിന്റെ മറവിൽ. കരമുയർത്തുന്നില്ല. റഷ്യ, ചൈന, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇസ്ലാമിക രാജ്യങ്ങൾ ഒരറ്റത്ത്, അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും. അതിനുശേഷം നിങ്ങൾ കാണുന്നു ഇന്ന് ഉക്രൈൻ വിഷയത്തിൽ പോളണ്ട്, ഹംഗറി, റൊമേനിയ, അമേരിക്കയുടെ നാറ്റോ റെഡിയായി നിൽക്കുമ്പോൾ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം. കോവിഡിന്റെ മറവിൽ ഓൺലൈൻ. കോവിഡിന്റെ മറവിൽ മനുഷ്യന് കൂലിയില്ല. കോവിഡിന്റെ മറവിൽ ലോകം 2 ചേരിയിലായെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, കാലത്തിന്റെ അന്ത്യത്തിന്റെ നാഴിക ഇവിടെ അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരപ്പേ. ഈ പ്രവചനത്തിന്റെ വാക്യങ്ങൾ മുഴുവൻ മുദ്രയിടുവാൻ കാലമായി. വരുവാനുള്ളവൻ വരാൻ ഇനി താമസമേറയില്ല. ലോകാരംഭം, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്. തീർന്നില്ല. മനുഷ്യന്റെ ശവമടക്കം എവിടെയാ? വാക്യം ഇതിനു വേണ്ടിയാ നിങ്ങളെ കോവിഡ് ബൈബിളിലുണ്ടോ? മനുഷ്യന്റെ ശവമടക്കം എവിടെ?
വായിക്കാം. ഇരമ്യാ പ്രവചനം ബൈബിളുള്ളവരെല്ലാം നോട്ട് ചെയ്യും. നാളെ ചെന്ന് നാട്ടുകാരോട് പറയണം ഇതെല്ലാം കോവിഡ് അന്ത്യകാലം ബൈബിളിലേക്ക്. ഇരമ്യാ പ്രവചനം 25, 31, 32, 31 രണ്ട് വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്തും. ഇരമ്യാ പ്രവചനം 25, 31, 32, 31 വായിച്ചാട്ടെ. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. എല്ലാവരും ഇളകിയില്ല. ഇംഗ്ലീഷുകാരെ ഇളകി, മലയാളി ഇളകി, ആന്ധ്രാക്കാരെ ഇളകി, അറബി ഇളകി, എല്ലാം ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. ക്ലിയർ. അടുത്തത് യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്. സകല മനുഷ്യരെ അവൻ ന്യായം വിധിക്കും. അടുത്തത് അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനെ ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. വാളിന് നേതാക്കളെല്ലാം കരയുന്നു. അടുത്ത വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ബൈബിളുള്ളവർ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. കിടക്കുന്നു. ഇതിന്റെ പേരാ ഇംഗ്ലീഷിൽ വി ആർ ട്രാൻസ്ഫറിംഗ് ദ മെത്തേഡ് ഇംഗ്ലീഷ് കാസ്റ്റ് ടു കാസ്റ്റ്. ജാതിയിൽ നിന്ന് ജാതി. വെള്ളക്കാരൻ മുതൽ തമിഴന് വരെ അടിച്ചെന്ന് മലയാളിക്ക് അടിച്ച് അറബിക്ക് അടിച്ച് ഈ അനർത്ഥം. ഇതിന്റെ പേരാ കോവിഡ്. അടുത്തത്. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അമേരിക്ക മുതൽ എല്ലാ രാജ്യത്തും അടിച്ചില്ലേ കോവിഡ്? സന്തോഷമില്ലല്ലോ, കൈ ഉയർത്തുന്നില്ലല്ലോ. ലോകത്തിന്റെ 7 വൻകരകളിലും അന്റാർട്ടിക്ക ഒഴിഞ്ഞിച്ച് 262 രാഷ്ട്രങ്ങളിലും എത്തി. ആരവം ഭൂമിയുടെ അറ്റത്തുന്നത് കൊടുങ്കാറ്റ്, മനുഷ്യന്റെ ശവാടക്കം. വായിച്ചാട്ടടുത്തത്. അന്നാളിൽ യഹോവയുടെ നിഗതന്മാർ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. കോവിഡ് കാലത്ത് ഡെഡ് ബോഡി വഴിയരികെ കണ്ട അച്ചായനും അമ്മമാരും ഉണ്ടെന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം മിണ്ടുന്നില്ല. അമേരിക്കയിലെ വെള്ളക്കാരന്റെ ബോഡി വഴിയരികെ കടന്ന് വല്ലവരും തൊട്ടോ പാസ്റ്ററെ? തൊട്ടില്ല. തീർന്നില്ല. ഡൽഹിയിൽ നിങ്ങൾ കണ്ടില്ലേ? ഒരു മനുഷ്യനെ കുഴിച്ചിട്ടില്ല. ഗംഗാ നദിക്കകത്ത് മനുഷ്യന്റെ ഡെഡ് ബോഡി ഒഴുക്കി വിട്ടെങ്കിൽ കണ്ടില്ലേ? ഇതെല്ലാം അന്ത്യകാലം. മനസ്സിലാക്കിയില്ലേ? തീർന്നില്ല. മൃതദേഹം കൂട്ടിയിട്ട് കത്തിച്ച കാലം കോവിഡിനകത്ത് കണ്ടില്ലേ? അവരെ ചൊല്ലി അടുത്ത വാക്യം വായിച്ചാട്ട്. അവരെ കുറിച്ച് ആരും വിലപിക്കയില്ല. മരിച്ചവന്റെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ടുവന്നോ? ഇല്ല. പറഞ്ഞു വരാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കോവിഡ് രോഗി മരിച്ചാൽ കൊള്ളാമെന്ന സിസ്റ്ററും ഡോക്ടറും വീഡിയോ കാളിൽ ഒന്ന് കാണിക്കും. എവിടെ കൊണ്ടുപോകാമായിരുന്നോ? മലമുകളിലോ നെട്ടയത്തോ സെമിത്തേരിക്കകത്ത് കൊണ്ടുപോ. സാധാരണ അല്ല, 12 അടി കുഴിക്കകത്താ മനുഷ്യനെ തട്ടിയിട്ടിരുന്നത്. സ്വോത്രം ഇന്ന് രാത്രി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ദുഷ്കാലം. ഇന്ത്യയുടെ നല്ല ഗായകൻ യേശുദാസ് പാടി 6 അടി മണ്ണിൽ ആഞ്ഞു പതിക്കും നിൻവർണ്ണ സുന്ദര രൂപം. അതിനെപ്പോലും മാറ്റി 12 അടിക്കകത്ത് JCB കൊണ്ടുവന്നിട്ട് മനുഷ്യന്റെ ശരീരം വീട്ടുകാർ പോലും കാണാതെ അന്തരീക്ഷത്തിനകത്ത് വന്ന സയന്റിസ്റ്റിന്റെ കണക്ക് PPE കിറ്റും ധരിച്ചുകൊണ്ട് അടക്കാൻ ആളില്ലാതെ മനുഷ്യനെ മണ്ണിനകത്ത് കുത്തി താക്കുന്ന കാഴ്ച ഇന്ന് രാത്രി ആലിക്കോട് ഹല്ലേലൂയ പാലിയോടും കണ്ടെങ്കിൽ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടത്തിന്റെ നാന്ദിയാൽ കോവിഡ് കണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങി വരിക. നാഥൻ വരാറായി. എത്ര പേരെ കല്ലറെ കയറ്റി വെറൈറ്റി മാർബിളിനകത്ത് അടക്കിയോ? അമേരിക്കയിലെ അച്ചായന്മാരെ ട്രെയിലറിനകത്ത് വേസ്റ്റ് തട്ടുന്ന പോലെ തട്ടിക്കളഞ്ഞില്ലേ? മൃതദേഹം കൂട്ടി മുട്ടിക്കുന്നതല്ല, മൃതദേഹം കൂട്ടിയിട്ട് കത്തിച്ചില്ലേ? ലോകെ ഞാൻ നോട്ടം തികച്ച ഒരു പാട്ട് കേട്ടോ. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച മക്കൾ അപ്പനും അമ്മയ്ക്കും മരണചുംബനം കൊടുത്തോ മക്കളെ? അവരെ ചൊല്ലി ആരും വിലപിക്കത്തില്ല. ഇന്ന് രാത്രി ആലിയോട്, ഇന്ന് രാത്രി ആലിക്കോട് പാലിയോട് നെഞ്ചു കയറി ഞങ്ങൾ പറയുന്നു. ഈട്ടിപ്പറ്റി കയറ്റിയില്ല, നാട് ചുറ്റിയില്ല, നഗരം ചുറ്റിയില്ല, ശോശപ്പയിട്ടില്ല, ഇറുക്കി അടത്തിയില്ല, കിടത്തി അകത്തിയില്ല. മനുഷ്യന്റെ ശരീരം കത്തിച്ച് മണ്ണിനകത്ത് പൂഴ്ത്തിയ കാഴ്ച കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ആദ്യ രാത്രി തന്നെ ചങ്ക് കീറി ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നില്ല, ഒന്നേകാലില്ല, ഒന്നരയില്ല. ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്തുന്നു. അവന്റെ പേരാ യേശു. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ടാക്കിംഗ് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 7 and 8. വെളിപ്പാട് 6, 7, 8. മഞ്ഞക്കുതിര, വാൾ, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. അത് പത്മോസിൽ. യോഹന്നാൻ പത്മോസിൽ. യേശു ഒലിവുമലയിൽ. ലൂക്കോസ് 21:11. വാൾ, ക്ഷാമം, വലിയ ഭൂകമ്പം അവിടെ. യേശുവും യോഹന്നാനും ജനിക്കുന്നതിന് മുമ്പ് എസക്കേൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. കേബാർ നദീതീരത്തിരുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? വാക്യം വായിക്കാം. എസക്കേൽ 14, 21, 22. ഈ തലമുറ കർത്താവ് വരുമെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തണം. ഈ വാക്യം കേട്ടിട്ട്. എസക്കേൽ പ്രവചനം 14-ാം അധ്യായം 21, 22 വാക്യങ്ങൾ വായിച്ചാട്ട് പാസ്റ്റർ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ബൈബിൾ ഉള്ളവരെല്ലാം നാളെ വിശ്വാസികളെ ഈ വാക്യം കാണിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന് വാൾ. വെളിപ്പാട് തന്നെ കാണുന്നത്. 2ാം ബൈബിളിന്റെ തെളിവ്. അടുത്തത് ക്ഷാമം,
ദുഷ്ടമൃഗം, കാട്ടുമൃഗം. അടുത്തത് മഹാമാരി, കോവിഡ് വൈറസ് ഇസ്രായേലിലും ദാ വന്ന് ഇതെല്ലാം ഇസ്രായേൽ കണ്ടു യഹൂദനോട്. അടുത്ത വാക്യം എന്നിങ്ങനെ 4 അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ. ഇത് 4 കണ്ട തലമുറ ആരൊക്കെ ഉണ്ട്? കളിക്കാവിലെ IS വന്ന് യേശയെ വെടിവെച്ച് വന്ന കൈ ഉയർത്തിയാട്ടെ, സ്വോത്രം. അട്ടപ്പാടിയിലെ പട്ടിണി മരണം കണ്ടൊരു കൈ ഉയർത്തിയാട്ടെ. തീവ്രവാദികൾ മനുഷ്യരെ കൊണ്ടുപോയിട്ട് കോവിഡ് കണ്ടവർ. ഈ തലമുറ ഇവിടെ എന്ത് നടക്കും? അതിനായി ആലിക്കോട് കൺവെൻഷൻ വെച്ച്. അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. കരമൊന്ന് ഉയർത്തിയാട്ടെ. എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിത ഗണത്തെ ഞാൻ അതിൽ ശേഷിപ്പിച്ചിരിക്കും. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിലും ദൈവം നിർത്തിയതെങ്കിൽ ഈ തലമുറയിൽ മരണം കാണാതെ മനുഷ്യൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ഈ തലമുറയിൽ എൻ്റെ യേശു വരാറായി. പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ രക്ഷിതഗണം പോകാൻ സന്നദ്ധരായി എത്ര പേരുണ്ട്? ആർക്കും സന്തോഷമില്ലല്ലോ. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ മുംബൈ കന്യാകുമാരി വരും. ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കും, ഗാഡി 1 നമ്പർ പ്ലാറ്റ്ഫോമെ തോടി സി ദർബാദ് പहुंचेगा. വണ്ടി 1-ാം നമ്പർ പാളത്തിൽ മിനിറ്റുകൾക്കകം വരും. യാത്രക്കാർ ശ്രദ്ധിക്കുക, യാത്രക്കാർ ശ്രദ്ധിക്കുക. ഇന്ന് ഞങ്ങൾക്ക് ആലിക്കോടിനോട് പാലിയോടിനുള്ളത് യേശു വരാറായി. നെയ്യാറ്റിൻകര പ്ലാറ്റ്ഫോമിൽ ചെന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോമോ തമ്പാനൂരെടുത്ത ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. ഒന്ന് ഓൺലൈനിൽ റിസർവേഷൻ എടുക്കാം. മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ നിന്ന് ഒരു 160 രൂപയുടെ റിസർവേഷനോ സ്ലീപ്പറോ എടുത്താൽ അവരെഴുതി തരും കമ്പാർട്ട്മെന്റ് S1, യുവർ സീറ്റ് 63. അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ചൂളമടി കേൾക്കുമ്പോൾ എൻ്റെ ട്രെയിൻ വരാറായി, എൻ്റെ ട്രെയിൻ വരാറായി. ഇന്ന് രാത്രി ആലിക്കോട് 7ാമത്തെ കൺവെൻഷനിൽ വീട്ടിനകത്തോ റോഡിനകത്തോ ആരെങ്കിലും കേൾക്കുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിട്ട് കാര്യമില്ല, കൈ അടിച്ചിട്ട് കാര്യമില്ല. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് പ്ലാറ്റ്ഫോമാണോ? ഞാൻ തള്ളപ്പെട്ടു പോകും. അല്ല, രക്ഷയുടെ ടിക്കറ്റ് അകത്തുണ്ടോ? അവനൊരുറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറായി. മേഘങ്ങളെ തേരാക്കി എൻ്റെ യേശു കാറ്റിൻ ചിറകിന്മേൽ ഏലിയാവിനെ ചേർക്കാൻ വന്നതുപോലെ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യേശു ഒരു ഉപമ പറഞ്ഞു. നമുക്കൊരു സന്തോഷമില്ല. എത്ര പേര് ഇവിടുന്ന് പോയി? വാക്യം വായിച്ചാട്ട് അതുകൂടെ കേട്ടിട്ട് നിർത്താം. ബാക്കി നാളെ എത്തിരി കിടക്കുന്നു. ലൂക്കോസ് 13, 4, 5, 6, 7. അല്ല, ശിലോഹിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ അതിന്റെ അടുത്ത വാക്യം പാസ്റ്ററെ, യേശു ഇങ്ങനെ ഒരു ഉപമയും പറഞ്ഞു. ഈ ലൂക്കോസ് 13, 5, 6, 7 തോന്നുന്നു. ലൂക്കോസ് 13 ഒരു തോട്ടം. അവൻ 6ാമത്തെ വാക്യം. അവൻ ഈ ഉപമയും പറഞ്ഞു. ഇതൊന്ന് നോട്ട് ചെയ്യണേ. കോവിഡ് കാലത്ത് ഇതിനു വേണ്ടിയാ കർത്താവ് നിർത്തിയ. വായിക്കട്ടെ. ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ദൈവദാസന്മാർ കേൾക്കണം, മുന്തിരിത്തോട്ടത്തെ ജീവിതത്തിൽ യഹൂദൻ അത്തി നടത്തില്ല. ഇതെങ്ങനെയോ വന്ന് വീണു പോയതാ. അടുത്ത വാക്യം നോയിക്കോണം. കോവിഡ് അടുത്തത്. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. ഫലം തിരഞ്ഞു കണ്ടില്ല താനും, ഒറ്റ ഫലമില്ല. അടുത്തത്. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. 3 കൊല്ലമായിട്ട് തിരയുന്നു, ഒരു ഫലമില്ല. അപ്പൊ ആ തോട്ടക്കാരൻ എന്താ പറഞ്ഞു? അതിനെ വെട്ടിക്കളക. ഉടമ പറഞ്ഞ എന്തോ അറിയാം? വെട്ടിക്കളഞ്ഞ തീർത്തേക്കായി. അടുത്തത് തോട്ടക്കാരെന്തോ പറഞ്ഞു? കർത്താവേ, വായിച്ചട്ടെ. അത് നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് നിലത്തിന് വെറുതെ നിൽക്കുക, നിഷ്ഫലാക്കുക. അതിന് തോട്ടക്കാരൻ, കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഒരാണ്ടും കൂടെ നിൽക്കട്ടെ. അടുത്തത്. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. കോവിഡിനകത്ത് 1.5 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവർ പോയി. അച്ചായ, ഒരാണ്ടൂടെ തന്ന സ്വർഗത്തിലെ ദൈവമല്ലേ? പാസ്റ്ററെ, ഒരാണ്ടൂടെ തന്ന സ്വർഗത്തിലെ ദൈവമല്ലേ? അമ്മാമെ, ഒരാണ്ടൂടെ തന്ന സ്വർഗത്തിലെ ദൈവമല്ലേ? മോളെ, ഒരാണ്ടൂടെ തന്ന സ്വർഗത്തിലെ ദൈവമല്ലേ? ഇന്ന് രാത്രി വീതിയിൽ കേൾക്കുന്നവരെ, തോട്ടത്തിനകത്ത് മുന്തിരിക്കകത്ത് ഒരു അത്തിച്ചെടി വെട്ടിക്കളയാൻ പറഞ്ഞു. എന്നാൽ നടുവിൽ ഒരു തോട്ടക്കാരൻ പറഞ്ഞു, 1 കൊല്ലം കൂടെ നിൽക്കട്ടെ. 2022 1 കൊല്ലം കൂടെ നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് രാത്രി പകരം കൊടുക്കാൻ എന്തുകൊണ്ട്? ഞാനൊരു നല്ല ദൈവ പൈതലാകുക. ആർക്ക് കൈ ഉയർത്താൻ കഴിയും? എൻ്റെ കർത്താവിന് വേണ്ടി 2022 ഞാൻ ആരോടെങ്കിലും യേശുവിനെ പറ്റി പറയും. ഒരു നല്ല ഫലം ഞാൻ കായ്ക്കുവാൻ യോഗ്യനാക്കി തീർക്കുക. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാൻ കഴിയാമോ? മോനെ, നിന്നെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാ. അച്ചായ, നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാ. കാരക്കോണം മെഡിക്കൽ കോളേജിനകത്ത് ICUവിനകത്ത് കിടന്നിട്ടും വെന്റിലേറ്ററിന് അപ്പുറത്ത് എഴുന്നേൽപ്പിച്ചത് ദൈവമെങ്കിൽ ഇന്ന് രാത്രി പറയണ, അവന് വേണ്ടി പ്രയോജനമുള്ളൊരു ഫലം കായ്പാൻ എന്നെ ഒരായുധമായി തിരഞ്ഞെടുക്കണേ. യേശു വരാറായി.
ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഏതാ ഒഴിച്ചുമാറ്റൽ? ബാക്കി നാളെ രാത്രി. ശ്രദ്ധയോടെ ഇരിക്കണം. ഇവാക്വേഷൻ ഇപ്പം ടെലിവിഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ 1945 കേൾക്കണം. ആദ്യത്തെ ഒഴിച്ചുമാറ്റൽ, രണ്ടാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. ബ്രിട്ടൻ്റെ ആക്രമണം, ജർമ്മനിയുടെ ആക്രമണം പറഞ്ഞ് ബ്രിട്ടൻ അനേക പേരെ ഒഴിച്ചു മാറ്റി. 90 കുവൈറ്റ് ഇറാഖ് യുദ്ധം, അതിനകത്ത് എന്ത് നടന്നു? ഐക്യ ഗുജറാൾ അമ്മാനി പോയി ഇന്ത്യക്കാരെ പ്ലെയിനിൽ കൊണ്ടുവന്ന നിഴൽ. 2016 യമനിൽ, 2015 യമനിൽ കലാപം. ഉമ്മൻചാണ്ടി സാർ നേഴ്സുമാരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു പ്ലെയിൻ. അത് കഴിഞ്ഞ് 16 സുഡാനിൽ കലാപം. പിണറായി വിജയൻ സാർ നേഴ്സുമാരെ കൊണ്ടുവന്നു. 18 ഓക്കി ചുഴലിക്കാറ്റ്, വെള്ളം കയറുമെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും സ്കൂളിലേക്ക് ഒഴിച്ചു മാറ്റി. തീർന്നില്ല, 19 വീണ്ടും പ്രളയം. എത്ര പേരെ സ്കൂളിൽ കയറ്റി. ഈ കൊറോണ വന്നപ്പം ഗൾഫിൽ നിന്ന് ഒരു വിമാന സർവീസ് ഉണ്ടായിരുന്നു, വന്ദേ ഭാരത്. കേട്ടവരുണ്ട്? കൈ ഉയർത്തിയാട്ടെ. വന്ദേ ഭാരത് എന്ന് കേട്ടവർ കൈ ഉയർത്ത സഹോദര. അതിനകത്ത് ആരെ കയറ്റി? ഇന്ത്യൻ പാസ്പോർട്ടുള്ളവരെ കയറ്റി. ഇപ്പോൾ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കുന്നു. പോളണ്ട്, ഹംഗറി, റൊമേനിയ, ബുക്കാപെസ്റ്റും ബുഡാപെസ്റ്റിലും ആര് പോയി? ഇന്ത്യൻ വിദേശകാര്യമന്ത്രി VK സിംഗ് അവിടെ നിന്ന് നമ്മുടെ ആൾക്കാരെ ഒഴിച്ചുകൊണ്ട് വരുന്ന പേര് ഓപ്പറേഷൻ ഗംഗ. കേട്ടൊരു കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. ആ പ്ലെയിനകത്ത് ഒരു പാകിസ്ഥാൻകാരൻ കയറിയോ? ഇല്ല. ആ പ്ലെയിനകത്ത് വേറെ ഒരു മംഗോളിയക്കാരൻ കയറിയോ? ചൈനക്കാരൻ കയറിയോ? ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ മുഴുവൻ അതിനകത്ത് കയറ്റി ഷട്ടർ ഇട്ടിട്ട് ആ വിമാനം അവിടെ നിന്ന് യാത്ര ചെയ്ത് ന്യൂഡൽഹിയിലും ബോംബെയിലും ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ളവനെ ചേർക്കുവാൻ ഒരൊഴിച്ചുമാറ്റലുമായിട്ട് എൻ്റെ നാഥൻ വരാറായി. യാഗം കഴിച്ച് ആരാ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. അമ്മച്ചി, അപ്പച്ച, സഹോദര, സഹോദരി, ജാതി വിട്ട് കൂട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി. ആരും നിന്റെ മുഖം കണ്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയും നിന്റെ മുഖം കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ മുഖം കാണുന്നൊരു ദൈവമുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. നാളെ രാത്രി ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. വിശുദ്ധ വെളിപ്പാട് മത്തായി സുവിശേഷം 2-ാം ഭാഗം 7:30 മെസ്സേജ് തുടങ്ങും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നേരത്തെ വരണം. സയന്റിഫിക്കും ബൈബിളുമാണ്. നിങ്ങളുടെ വാക്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രസംഗിക്കാം. ഇന്ന് രാത്രി പഴം ഈ സംഭവങ്ങളെല്ലാം നാഥന്റെ വരവിലാണ്. വെള്ളറടയിൽ എത്ര പേർ പോയി? ചെമ്പൂരിൽ എത്ര പേര് പോയി? കോവിഡിൽ കള്ളിക്കാട് എത്ര പേർ വീണുപോയി? മക്കളെ, ഇന്ന് രാത്രിയും നാം ആയിരിക്കുന്നത് ദൈവകൃപയാണ്. ഒന്ന് എഴുന്നേൽക്കാം. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ഒരിക്കലും ഉയരില്ലെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. ഈ 2022 മാർച്ചിലും എന്നെ അവൻ കൊണ്ടുവന്നു. ഇന്ന് രാത്രി കോയറിനോട് ചേർന്ന് കരങ്ങളെ തട്ടി അന്യഭാഷ പറഞ്ഞ് പട്ടണം ഉയരട്ടെ. യെസ്, നല്ല കരങ്ങൾ പഠിച്ച് എല്ലാ കരങ്ങളും ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. ശക്തിയോട് കാലുകളേറെ കൂറെ വഴുതിപ്പോയി. ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
ഉന്നത വിളിയായി വിളിച്ചു എന്നെ. വാലിയോട് ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയായി വിളിച്ചു എന്നെ. ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരു തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴോ. കുറ്റൊരു മുഴയോ പറഞ്ഞങ്ങു രസിച്ചപ്പോഴോ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗം. വൈശാചിക ബോധങ്ങൾ ശൈത്യത്താലുമല്ല, ശക്തിയാലുമല്ല, കൃപയാൽ, കൃപയാൽ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, മാറിപ്പോയ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമം രക്ഷയ, യേശുവിൻ നാമം സൗഖ്യല. യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമം രക്ഷയ, യേശുവിൻ നാമം സൗഖ്യല. യേശു എന്നെ വീണ്ടെടുത്തു. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും. സർവശക്തനായവനെ യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം കഴുകനാൻ, യേശുവിൻ രക്തം വിടുതലാൻ, യേശുവിനെ വിടുതലാൻ.